Hello students, welcome to Veranda Malayalam YouTube channel. എൻ്റെ പേര് Sulfiya. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് December 1 to 7 current affairs ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സും അതിൻ്റെ ഡിസ്കഷനും ആണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ SSC, PSC, ബാങ്കുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ട്സും മറ്റു കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എക്സ്പേർട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ ഓപ്ഷനും ഡിസ്കസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഫിലിം ഹാസ് വോൺ ദ ICFT യുനെസ്കോ ഗാന്ധി മെഡൽ അറ്റ് ദ 53rd എഡിഷൻ ഓഫ് IFFI? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് പോകാം. ഓക്കെ, നോക്കെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് കാശ്മീർ ഫയൽസ്, 2 നർഗേസി, 3 ഫോർച്യൂൺ, 4 പലോമ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 53ാമത് IFFAയിലെ യുനെസ്കോൻ്റെ ഗാന്ധി മെഡൽ കിട്ടിയിരിക്കുന്നത് ഏത് സിനിമയ്ക്കാണെന്നാണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഏത് സിനിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്? നർഗേസി. നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗാന്ധി മെഡൽ കിട്ടിയിരിക്കുന്നത് നർഗേസി എന്ന് പറഞ്ഞ ഫിലിമിലാണ്. നമുക്ക് IFFAനെ കുറിച്ച് കുറച്ചങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്രാവശ്യം നടന്നത് 53ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആണ്. 20 മുതൽ 28 നവംബർ 2022 നമ്മൾ ഈ 53ാമത് IFFI എന്ത് ചെയ്തേക്കുന്നത്, കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിന്നേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് ഫിലിമിൽ ഗോൾഡൻ പീകോക്ക് അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ അത് വാലന്റീന മൗറലിനാണ് ഗോൾഡൻ പീകോക്ക് അവാർഡ് IFFAയിൽ കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ഡയറക്ടർ കിട്ടിയിരിക്കുന്നത് നോക്കിയേ നാഡർ സേവിയറിനാണ്. ഫിലിം ഏതാന്ന് നോക്കിയേ, നോ എൻഡ് എന്ന് പറഞ്ഞ ഫിലിമിന് നാഡർ സേവിയറിനാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതേ നോ എൻഡ് എന്ന് പറയുന്ന മൂവിയുടെ ആക്ടർ ആയിട്ടുള്ള വാഹിദ് മൊബേഷേരിക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡും കിട്ടിയിരിക്കുന്നത്. അടുത്ത ബെസ്റ്റ് ആക്ട്രസ് നോക്കിയേ, ഡെനീല മരിൻ നവാരോയ്ക്കാണ് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡ്സ് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത നോക്കിയേ, ബെസ്റ്റ് ഡിബട്ട് ഫിലിം ഓഫ് ഡയറക്ടർ എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിരിക്കുന്നത് ബിഹൈൻഡ് ദ ഹൈസ്റ്റാക്സ് എന്ന് പറഞ്ഞ മൂവിക്ക് അസ്മീന പ്രഡോറുവിനാണ് കിട്ടിയിരിക്കുന്നത്. ബിഹൈൻഡ് ദ ഹൈസ്റ്റാക്സ് എന്ന് പറഞ്ഞ മൂവിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ IFFAയിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരിക്കുന്നത് ലാവ് ദിയാസിനാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരിക്കുന്നത്. IFFAയിൽ സ്പെഷ്യൽ മെൻഷൻ കിട്ടിയ ഒരാളും കൂടെ ഉണ്ടാരെന്നറിയാമോ? നമ്മുടെ പ്രവീൺ കന്ദ്രേഗുല. അദ്ദേഹത്തിൻ്റെ സിനിമാ ബന്ദിക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഗാന്ധി മെഡൽ കിട്ടിയിരിക്കുന്ന ഏത് മൂവിക്കാണ്? നർഗീസ് എന്ന് പറയുന്ന മൂവിക്കാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IFFAൻ്റെ അവാർഡ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞു പോയേക്കുന്നത്. നവംബർ 20 to 28 ആണ് 53ാമത് IFFA നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അവാർഡ്സ് ഒന്നുപോലും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പോവുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വിമൻസ് ടീം ഹാസ് വോൺ അഡയാർ ട്രോഫി 2022 ഇൻ കൊളംബോ, ശ്രീലങ്ക? അപ്പോൾ നമുക്കിനി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസിലേക്ക് പോകാം. അഡയാർ ട്രോഫി 2022 ശ്രീലങ്കയിൽ കണ്ടക്ട് ചെയ്തതിൽ വിമൻസ് ടീം ഏത് വിമൻസ് ടീമിനാണ് എന്ത് ചെയ്തേക്കുന്നത്, വിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. മദ്രാസ് ബോട്ട് ക്ലബ്ബ്, റോയൽ മദ്രാസ് ക്ലബ്ബ്, കൽക്കട്ട റോയിങ് ക്ലബ്ബ്, കൊളംബോ ബോട്ട് ക്ലബ്ബ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങളാണെങ്കിൽ ഏത് മാർക്ക് ചെയ്തേനെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് ഇപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ മദ്രാസ് ബോട്ട് ക്ലബിനാണ് നമ്മുടെ ഏത് ടീമാണ് ജയിച്ചേക്കുന്നത്, മദ്രാസ് ബോട്ട് ക്ലബ്ബാണ് നമ്മുടെ അഡയാർ ട്രോഫി 2022 വിജയിച്ചിരിക്കുന്നത്. എവിടെ കണ്ടക്ട് ചെയ്തേക്കുന്നത്? കൊളംബോ, ശ്രീലങ്കയിലാണ് ഇത് കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് ഈ അടുത്തിടയ്ക്കായിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്ത ഫ്രാൻസ് ഫുട്ബോളറാണ് കരീം ബെൻസിമ. ഒരു ഫ്രാൻസ് ഫുട്ബോളറാണ്. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഇങ്ങോട്ട് നോക്കിയേ, ഇംഗ്ലണ്ടിൻ്റെ ലെഗ് സ്പിന്നർ ആയിട്ടുള്ള നമ്മുടെ റേഹൻ അഹമ്മദിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ 5 വിക്കറ്റ് എടുത്തിട്ടുള്ള യങ്ങസ്റ്റ്
യങ്ങസ്റ്റ് മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ എന്ന് പറയുന്നത് നമ്മുടെ രേഹൻ അഹമ്മദാണ്, ഇംഗ്ലണ്ടുകാരനാണ്. ഇംഗ്ലണ്ടിൻ്റെ ലെഗ് സ്പിന്നർ ആയിട്ടുള്ള രേഹൻ അഹമ്മദാണ് യങ്ങസ്റ്റ് മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ടു ടേക്ക് എ 5 വിക്കറ്റ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് സീരീസ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കേ, സ്പാനിഷ് ടെന്നീസ് പ്ലെയർ, നമ്മുടെ സ്വന്തം, നമ്മൾ എപ്പോഴും കറണ്ട് അഫേഴ്സിൽ പഠിക്കണം, നമ്മുടെ റാഫേൽ നഡാൽ, അദ്ദേഹത്തിനാണ്. അടുത്ത നോക്കിയേ, ഫസ്റ്റ് മെൻസ് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ വേൾഡ് ചാമ്പ്യൻ 2022 ആയിട്ട് വീണ്ടും സെലക്ട് ചെയ്തിരിക്കുകയാണ് ആര്? നമ്മുടെ റാഫേൽ നഡാലിനെ. മെൻസ് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2022 കിട്ടിയിരിക്കുന്നത് റാഫേൽ നഡാൽ. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? സ്പാനിഷ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ആണ് നമ്മൾ നോക്കിയത്. അടുത്ത നോക്കിയേ, സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക്. സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് ഏത് സ്റ്റേറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഏത് സ്റ്റേറ്റിലാണ് സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതിലാന്ന് നോക്കിയേ, തമിഴ്നാടു. തമിഴ്നാടുവിലാണ് സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ അടുത്തിടയ്ക്ക് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിപ്കോട്ടിനെ കുറിച്ച് നോക്കാം. ഫുൾ ഫോം എന്താണെന്ന് കണ്ടോ? സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാടു ലിമിറ്റഡ്. സിപ്കോട്ടിന്റെ ഫുൾ ഫോം എന്താ? സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോഷൻ കോർപ്പറേഷൻ ഓഫ് തമിഴ്നാടു ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വിളിക്കുന്നത്, സിപ്കോട്ട്. 1971 ഇത് വന്നേക്കുന്നത്. ഇപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സിപ്കോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് തമിഴ്നാടുവിലാണ് ലോഞ്ച് ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Okay, Sundararaman Ramamurthy has been appointed as the MD and CEO of which organization? ആരാന്നൊക്കെ? സുന്ദരരാമൻ രാമമൂർത്തി. നമ്മൾ കുറച്ച് അപ്പോയിൻമെൻറ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ഓക്കെ, നബാർഡ് ഉണ്ട്, TRI ഉണ്ട്, നാസ്കോം ഉണ്ട്, BSI ഉണ്ട്. ഇതിൽ ഏതിൻ്റെയാണ് MD ആൻഡ് CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നബാർഡിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സുന്ദരരാമൻ രാമമൂർത്തി വന്നിരിക്കുന്നത് നമ്മുടെ BSCയുടെ ആണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ MD ആൻഡ് CEO ആയിട്ടാണ് ആര് വന്നേക്കുന്നത്? സുന്ദരരാമൻ രാമമൂർത്തി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് മ്യൂസിയം ഹാസ് വോൺ ദ 2022 യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങളാണെങ്കിൽ ഏത് ഓപ്ഷൻ ആൻസർ ചെയ്യായിരുന്നു? CST ഹെറിറ്റേജ് ഗാലറി ആൻഡ് റെയിൽവേ മ്യൂസിയം, അതുപോലെ മണി ഭവൻ. അടുത്ത നോക്കിയേ, ഛത്രപതി ശിവജി മഹാരാജ് വാസ്തു സംഗ്രഹാലയ. ലാസ്റ്റ് ഏതാ? ബാഹുദാജി ലാഡ് മ്യൂസിയം. ഇതിൽ ഏതിനായിരിക്കും നമ്മുടെ ഏഷ്യ പസഫിക് അവാർഡ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ഛത്രപതി ശിവജി മഹാരാജ് വാസ്തു സംഗ്രഹാലയക്കാണ് ഈ വർഷത്തെ 2022 യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് അവാർഡ്സ് നോക്കാം. ഒരു 4 ഇമ്പോർട്ടൻ്റ് അവാർഡാണ് നമ്മൾ നോക്കാനുള്ളത്. നമ്മുടെ ഫോർമർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വെങ്കയ്യ നായിഡുവിന് 25ാമത് ശ്രീ ചന്ദ്രശേഖര സരസ്വതി നാഷണൽ എമിനൻസ് അവാർഡ്സ്, SIES എന്ന് വിളിക്കും. അതിൻ്റെ 25ാമത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ വെങ്കയ്യ നായിഡുവിനാണ്. വെങ്കയ്യ നായിഡുവിനാണ് 25th SIES അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, കാർഡിയോളജിസ്റ്റും അതുപോലെ നമ്മുടെ കാർഡിയോളജിസ്റ്റ് ഡയറക്ടർ ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോവാസ്കുലാർ സയൻസ് ആൻഡ് റിസർച്ച് കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള CN മഞ്ജുനാഥ്. ഓക്കെ അല്ലേ? റൈറ്റർ ആയിട്ടുള്ള കൃഷ്ണപ്പാജി, അതുപോലെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിസിനസ്മാനും കൂടെ ആയിട്ടുള്ള ആരാണ്? ശതാക്ഷരി. ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ നദോജ അവാർഡ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കന്നഡ യൂണിവേഴ്സിറ്റി ഇൻ ഹംപി കൊടുക്കുന്ന നദോജ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ 3 പേർക്കാണ്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരുടെ ഫീൽഡ് ഒന്ന് നോക്കി വെച്ചേക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇദ്ദേഹം ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. കാരണം ന്യൂസിലുള്ള പേഴ്സൺസിനെ കുറിച്ച് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത് നോക്കിയേ, കാനറ ബാങ്കിനാണ് ഈ വർഷത്തെ ബാങ്കേഴ്സ് ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ് 2022 കിട്ടിയിരിക്കുന്നത്. ബാങ്കേഴ്സ് ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ് 2022 ആയിട്ട് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? കാനറ ബാങ്കിനാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത നോക്കിയേ, നമുക്കറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിലിം മേക്കർ നമ്മുടെ രാജമൗലി, അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള RRRനാണ് ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് 2022 എന്ത് ചെയ്തിരിക്കുന്നത്? വോൺ ചെയ്തിരിക്കുന്നത്. അപ്പം ന്യൂയോർക്കിലെ ഫിലിം ക്രിട്ടിക്സ് 2022 ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ രാജമൗലിക്കാണ്. ഏത് സിനിമയ്ക്കാണ്? RRRനാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കേ,
കുറച്ച് ഇമ്പോർട്ടൻ്റ് അവാർഡ്സും കൂടെ ഉണ്ട്. സൗത്ത് കൊറിയയുടെ മിനാസു ആണ്, നമ്മുടെ സൗത്ത് കൊറിയക്കാരിയായിട്ടുള്ള മിനാസുവിന് മിസ് എർത്ത് 2022 കിട്ടിയിട്ടുണ്ട്. മിസ് എർത്ത് 2022 കരസ്ഥമാക്കിയിരിക്കുന്ന സൗത്ത് കൊറിയൻ്റെ മിനാസുവിനാണ് കിട്ടിയിരിക്കുന്നത്. മിനാസു. അടുത്ത് നോക്കിയേ, ജമ്മു ആൻഡ് കാശ്മീരിനാണ് ഏത് കാറ്റഗറിയിൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ID ജനറേഷൻ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്ന സ്റ്റേറ്റ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ID ജനറേഷനിൽ ഫസ്റ്റ് പ്രൈസ്, ആ കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിനാണ്. ഓക്കെ അല്ലേ? അതുപോലെ അതേ രീതിക്ക് ടെലി കൺസൾട്ടേഷൻ്റെ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നതും ജമ്മു ആൻഡ് കാശ്മീർ തന്നെയാണ്. മുഖ്യയിലെ സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ അവാർഡ്സും കാര്യങ്ങളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നോക്കിയേ, ടൈം മാഗസിൻ നെയ്മഡ് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആസ് വെൽ ആസ് ദ സ്പിരിറ്റ് ഓഫ്, നോക്കിയേ എന്തായിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ, സ്പിരിറ്റ് ഓഫ് ഉക്രൈൻ ആസ് ദ 2022 പേഴ്സൺ ഓഫ് ദി ഇയർ. ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ദ സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഉക്രൈൻ എന്നറിയപ്പെടുന്ന വ്ളോഡിമിർ സെലൻസ്കിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ വാക്സിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ അടുത്തിടയ്ക്ക് ന്യൂസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. വേൾഡിലെ ഫസ്റ്റ് നേസൽ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഏത് കമ്പനിയാണെന്നാണ് ക്വസ്റ്റ്യൻ. വേൾഡ്സ് ഫസ്റ്റ് നേസൽ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, നോവോ നോർഡിസ്ക്, അതുപോലെ ഭാരത് ബയോടെക്, ഫൈസർ. അപ്പോൾ ഇത് 4 ഓപ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആരാണ് നേസൽ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നോക്കി. നമ്മുടെ ഭാരത് ബയോടെക് ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് നേസൽ കോവിഡ് വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കമ്പനീൻ്റെ പേരാണ് ഭാരത് ബയോടെക്. അടുത്ത നോക്കിയേ, റീസെൻ്റ്ലി ഇറപ്റ്റഡ് നോക്കിയേ ഒരു മൗണ്ടെയിൻ ആണ്. മോനാലോ ഇസ് എ വേൾഡ് ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ബേസ്ഡ് ഇൻ വിച്ച് കൺട്രി? നോക്കിയേ, മൗനാലോ എന്ന് പറയുന്നത് ഏത് കൺട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോയാണ്. അടുത്തിടയ്ക്ക് ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് കൺട്രിയാന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് സ്പെയിൻ ഉണ്ട്, USA, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക. ഏത് കൺട്രി ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നമുക്ക് ആൻസറിലേക്ക് പോകാം. നമ്മുടെ USA മോണാലോ സ്ഥിതി ചെയ്യുന്നത്. ഏത് കൺട്രിയുടെ ഏത് കൺട്രിയുടെ വോൾക്കാനോ ആണ്? USA വോൾക്കാനോ ആണ്. അടുത്ത് നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാർജസ്റ്റ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് 5 വോൾക്കാനോസ് ആണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത്. ഒന്ന് മൗണാലോ, ഞാൻ പറഞ്ഞു എവിടാണ്? USA സ്ഥിതി ചെയ്യുന്നത്. 2 വിളിക്കുന്നത് ഹലേക്കാല, അതും USA തന്നെയാണല്ലോ. വേൾഡിലെ ലാർജസ്റ്റ് 5 വോൾക്കാനോസ് ആണ് ഇത്. അത് മൗനാലോ USA, ഹലേക്കാല USA, ടെയ്ഡെ കനാനി ഐലൻഡ് സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടെയ്ഡെ വോൾക്കാനോ എവിടാണ്? സ്പെയിനിലാണ്. നോക്കിയേ, പൈറ്റൺ ഡസ് നെയ്ഗസ് എന്ന് പറയുന്നത് ഫ്രാൻസിലാണ്. അടുത്ത് നോക്കിയേ, ഒജോസ് ഡെൽ സെലാഡോ, പേരൊക്കെ കേൾക്കുമ്പോൾ അറിയാം പുറത്തോട്ടാണെന്ന്. നോക്കിയേ, ഇതെന്ന് വിളിക്കുന്നത് അർജന്റീനയിലാണ്. ഹയസ്റ്റ് നോക്കി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹയസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ഓൺ എർത്ത് നിലവിൽ ചോദിക്കുവാണെങ്കിൽ, ആക്റ്റീവ് വോൾക്കാനോയിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഒജോസ് ഡെൽ സെലാഡോ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെരിയം വെബ്സ്റ്റർ നമ്മുടെ ഈ അടുത്തിടയ്ക്കായിട്ട് വേർഡ് ഓഫ് ദി ഇയർ 2022 ആയിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹോമർ ഉണ്ട്, പെർമാക്രിസിസ് ഉണ്ട്, ഗ്യാസ് ലൈറ്റിംഗ്, ക്രിപ്റ്റോ കറൻസി. അപ്പം നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? അപ്പോൾ പക്ഷേ അവർ കൊണ്ടുവന്ന വേർഡ് നോക്കിയാൽ ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അപ്പോൾ മെരിയം വെബ്സ്റ്ററിൻ്റെ 2022 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്യാസ് ലൈറ്റിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു December 1 to 7 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ന്യൂസും അതിന് മുമ്പ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂസും മറ്റ് GK സെക്ഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോൻ്റെ PDF വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇത് ഇനി എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഒക്കെ കാണാം കേട്ടോ. താങ്ക് യു.